പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകും. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. ആറ്റിൽ രാസമാലിന്യം ഒഴുക്കിയവർക്കെതിരെ കർശന നടപടിയെന്നും ബോർഡ്. ഗായത്രി സത്യദേവ് വിശദാംശങ്ങളുമായുണ്ട്. ഗായത്രി, നേരത്തെ നമ്മൾ കണ്ടതാണ് സമാന സംഭവത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് മീനെറിഞ്ഞുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്നാൽ 7 ദിവസത്തിനുള്ളിൽ ഈ ഒരു സംഭവത്തിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കർഷകർക്കുള്ള നഷ്ടപരിഹാരവും നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. ആര്യ, പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വിവിധ സംഘടനകൾ ഇന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് മുമ്പിലേക്ക് സമരവുമായി എത്തിയിരുന്നു. വിവിധമായ രീതിയിലുള്ള സമര പരിപാടികളും അവർ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ചർച്ചയുടെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന വിവിധ ഘട്ടങ്ങളിലെ ചർച്ചയുടെ ഭാഗമായാണ് എന്തായാലും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആവശ്യങ്ങൾ എഴുതി ഒപ്പിട്ട് നൽകിക്കൊണ്ട് പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. നാശനഷ്ടം സംഭവിച്ച മത്സ്യകർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം 7 ദിവസത്തിനകം നൽകാനായി റിപ്പോർട്ട് സമർപ്പിക്കും. ഈ ഉൾനാടൻ മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന ഈ പ്രശ്നം മൂലം ബാധിക്കപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് 6 മാസത്തേക്ക് സൗജന്യ റേഷൻ നൽകാൻ സർക്കാരിലേക്ക് ശുപാർശ നൽകും. ചത്ത മത്സ്യങ്ങൾ നീക്കം ചെയ്ത് സംസ്കരിക്കാനുള്ള തുടർ നടപടികൾ ഇപ്പോഴും ഒരു മണമൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാകുന്ന രീതിയിൽ മത്സ്യങ്ങൾ കിടക്കുന്ന ഇടങ്ങളൊക്കെയും വൃത്തിയാക്കി അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ഔദ്യോഗിക ജോലിയിൽ ഈ ഒരു പ്രശ്നത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക ജോലിയിൽ നിന്ന് അന്വേഷണം നടത്തി ആവശ്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ രാസമാലിന്യം ഒഴുക്കിയ കമ്പനികൾക്കെതിരെ അടിയന്തരമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരായ കമ്പനികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. തുടങ്ങിയ 5 ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചീഫ് എഞ്ചിനീയർ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമരവുമായി എത്തിയ വിവിധ സംഘടനകൾക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്. ശരി, ഗായത്രി സത്യദേവാണ് വിവരങ്ങൾ നൽകിയത്.